ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പ്രിയമേറുന്നു. ഈ അധ്യയന വർഷം എഞ്ചിനീയറിംഗിന് 72% സീറ്റുകളിലും വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. 2021-22 അധ്യയന വർഷം ഇത് 55% മാത്രമായിരുന്നു. പഠനത്തോടൊപ്പം തൊഴിലും എന്ന രീതിയിൽ 2019-ലും 24-ലും പാഠ്യപദ്ധതി പരിഷ്കരിച്ചതോടെയാണ് അഡ്മിഷനുകൾ വർദ്ധിച്ചത്. ഒരു കാലത്ത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഇഷ്ടവിഷയമായിരുന്നു എഞ്ചിനീയറിംഗ്. പിന്നീട് തൊഴിലധിഷ്ഠിതമായ ഡിപ്ലോമ കോഴ്സുകളുടെ വരവോടുകൂടി എഞ്ചിനീയറിംഗിന്റെ പ്രിയം കുറഞ്ഞു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലോടുകൂടി എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രതാപകാലം വീണ്ടും പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ അധ്യയന വർഷത്തെ 67,974 സീറ്റിൽ 49,119 സീറ്റുകളിലും വിദ്യാർത്ഥികളെത്തി. എംടെക് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലാണ് ഈ വർധനവ്. ബിടെക്കിൽ മാത്രം 2021-22 25,313 വിദ്യാർത്ഥികളെത്തിയ സ്ഥാനത്ത് ഇത്തവണ 41,441 പേരായി. കുസാറ്റിൽ കഴിഞ്ഞ വർഷം 1,530 വിദ്യാർത്ഥികളായിരുന്നു എത്തിയത്. ഇത്തവണ 1,656 അഡ്മിഷനുകളുണ്ട്. പോളിടെക്നിക് കോഴ്സുകളിലും വർധനവുണ്ട്. 2024-25 അധ്യയന വർഷം 30,780 വിദ്യാർത്ഥികൾ ചേർന്നെടുത്ത് ഈ അധ്യയന വർഷം 34,783 പേരായി. കമ്പ്യൂട്ടർ സയൻസിന് 2025-26 12,512 പേർ അഡ്മിഷൻ എടുത്തു. വിദ്യാർത്ഥികളിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ 1 വർഷം വരെ ഇന്റേൺഷിപ്പ് അവസരം, പ്രായോഗിക അറിവ് വർദ്ധിപ്പിക്കാൻ പ്രൊജക്ട് അധിഷ്ഠിതമാക്കിയ പഠനം, വ്യാവസായിക നൈപുണ്യം ഉയർത്താൻ മൈനർ കോഴ്സുകൾ, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ അടക്കം പാഠ്യപദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഗുണം ചെയ്തത്. കോളേജുകളിൽ നിന്ന് പ്ലേസ്മെന്റ് സംവിധാനം ഒരുക്കിയതും ഗുണമായി. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഉടനടി ജോലി ലഭിക്കുന്നതും എഞ്ചിനീയറിംഗിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ട്. ബിടെക് കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനുമാണ് കൂടുതൽ പേർ ചേർന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരത്തിലും മാറ്റം വരുന്നതോടുകൂടി അടച്ചുപൂട്ടിപ്പോയ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളും വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിന്റെ ഭാഗമായി ഒരുങ്ങി വരുന്നുണ്ട്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.